മുരളീധരൻ ഒരു ഫൈറ്ററാണ് എല്ലാ കാലവും. തൃശ്ശൂർ അദ്ദേഹത്തിൻ്റെ ജന്മനാടല്ലേ. സ്വാഭാവികമായിട്ട് അദ്ദേഹം അവിടെ മത്സരിക്കാൻ ഒരു വിമുഖതയും കാണിക്കത്തില്ല. പിന്നെ അദ്ദേഹം എല്ലാ കാലത്തും റിസ്ക്കുള്ള സ്ഥാനങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള പാരമ്പര്യമുള്ള ആളാണ്. അതുകൊണ്ട് നിങ്ങൾ എഴുതിയിട്ടോ ഇന്നവിടെ ജയിക്കുമെന്നൊക്കെ കൊട്ടിഘോഷിക്കുന്ന ഒരു മൂന്നാം സ്ഥാനത്തും പോവും, അദ്ദേഹം പാർലമെൻറ്റിലും വരും, യാതൊരു തർക്കവുമില്ല. തൃശ്ശൂർ ഒരിക്കലും വർഗീയമായി ചിന്തിക്കുന്നൊരു സ്ഥലമല്ല. നിങ്ങൾ എഴുതി കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണ്ടല്ലോ. ഷാഫി പറമ്പൻ അവിടെ വരുന്നേ. ഷാഫി പറമ്പൻ ഇന്ത്യയുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാക്കാനുള്ള ആളെയാണ് അവിടെ നിർത്തിയത്. അദ്ദേഹത്തെ മലർത്തിയടിച്ചിട്ടാണ് ഷാഫി പറമ്പൻ അവിടെ പോയത്. അപ്പോൾ ഇവിടെ സുധാകരൻ പറയുന്ന നമ്മുടെ സുധാകരൻ പറയുന്ന ഒരു പേരുണ്ടല്ലോ, അവരിപ്പോൾ എന്താ, അവരെ സത്യം പറഞ്ഞാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആകാതിരിക്കാൻ പറഞ്ഞു വിട്ടതാണ്. അപ്പം ഞങ്ങളും വടകരയിലെ ജനങ്ങളും ഒരു വലിയ യാത്രയെ ഇപ്പോൾ അവർക്ക് കൊടുക്കും, ഷാഫിയെ പാർലമെൻറ്റിലയക്കും. കാസർഗോഡ് ഇരു മുന്നണികളും നേരത്തെ പ്രചാരണം തുടങ്ങി. കാസർഗോഡ് പറ്റിയ കൈത്തെറ്റ് തിരുത്തുന്നാണ് CPM അടക്കം പറയുന്നത്. അപ്പോൾ നേരത്തെ ഒരു പ്രചാരണത്തിലൊരു മുൻതൂക്കം അവർക്കുണ്ടോ? അത് കാസർഗോട്ടെ ജനങ്ങളെ അപമാനിക്കുകയാണ് അവർ. ഇവിടുത്തെ ജനങ്ങൾക്ക് ഒരു തെറ്റും പറ്റിയിട്ടില്ല. 35 വർഷം അവർ തെറ്റ് ചെയ്തുകൊണ്ടിരുന്നു, അതൊന്ന് തിരുത്തി. മനസ്സിലായില്ലേ? 35 വർഷം അവർക്ക് അബദ്ധം പറ്റി. ഈ നാട്ടിൽ അവർ ജയിപ്പിച്ചു വിട്ട ആരും MP-മാരെ അവർ കണ്ടിട്ടില്ല. ഇന്ന് വരെ MP-മാരെ കണ്ടില്ല. കാണണമെങ്കിൽ ബ്രാഞ്ച് കമ്മിറ്റിയുടെ കത്ത് വേണം, ലോക്കൽ കമ്മിറ്റിയുടെ കത്ത് വേണം, ഏരിയ കമ്മിറ്റിയുടെ കത്ത് വേണം, പിന്നെ ജില്ലാ കമ്മിറ്റി കത്തുമായിട്ട് എന്നാലും കയറ്റത്തില്ല. ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ അവരിലൊരാളാണ്, അവരുടെ കുടുംബത്തിലും അംഗമാണ്. ലീഗുകാർ എന്നെ വിളിക്കുന്ന ഇച്ഛ എന്നാണ്, അവരുടെ കുടുംബത്തിൽ അംഗമാക്കി കഴിഞ്ഞു ഉണ്ണിച്ച. മനസ്സിലായില്ലയോ? ഞാൻ MP എന്നായോ അന്ന് തൊട്ട് എൻ്റെ പ്രചരണം ആരംഭിച്ചു. എനിക്കിനി ഒരു പ്രചരണത്തിൻ്റെ ആവശ്യമില്ല. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു എന്നുള്ളേ ഉള്ളൂ. ഇനി സ്ഥാനാർത്ഥിയുടെ ചില ജോലികൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇന്നും ഞാൻ എത്ര സ്ഥലത്ത് പോയി എത്ര ആയിരം ആളുകളെ കണ്ടു എന്ന് നിങ്ങൾ അന്വേഷിച്ചാൽ മതി. ഇപ്പോൾ കഴിഞ്ഞ 5 വർഷക്കാലമായി ഞാനിവിടെ സ്ഥിരമായി താമസിക്കുന്നു. പാർലമെൻ്റ് ഉള്ളപ്പോൾ അവിടെ പോവും, തിരിച്ചിവിടെ വരും. പാർലമെൻ്ററി കമ്മിറ്റി ഉള്ളപ്പോൾ പോവും, തിരിച്ചു വരും. ഇവിടെ ഉറഞ്ഞാടുന്ന തെയ്യങ്ങൾ, ഉറൂസുകൾ, അതുപോലെ തന്നെ പള്ളിപ്പെരുന്നാളുകൾ, നിക്കാഹ്, കല്യാണം, ചുക്ക് ചേരാത്ത കഷായം ഇല്ലെന്ന് പറഞ്ഞ് ഉണ്ണിത്താനില്ലാത്തൊരു സ്ഥലവുമില്ലൂടെ. കല്യാണമാണ് അവിടെ, ഉറൂസാണ് അവിടെ, തെയ്യമാണ് അവിടെ, വയനാട് കുലം അവിടെ. ഞാനില്ലാത്ത ഒരു ഫംഗ്ഷൻ കാസർഗോട്ട് 5 വർഷം ഇല്ല. പണ്ട് ഞാൻ 10-20 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അബ്രപാളികളിലൂടെ ഇവർ കണ്ടിട്ടുള്ളൂ. പിന്നെ നിങ്ങളെപ്പോലുള്ള ആളുകൾ രാത്രി ചർച്ചയ്ക്ക് വിളിച്ച് തേരോട്ടമായിരുന്നു ചർച്ചയുടെ. അപ്പോൾ മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും മാത്രം കണ്ട ജനങ്ങൾ ഇപ്പം നേരിട്ട് എന്നെ കാണുക. കൊച്ചു കുട്ടികൾ പോലും ഞാൻ പോകുമ്പം അവരുടെ കൂടെ ക്ലാസ്സിൽ പഠിച്ച പോലെ പറഞ്ഞു ഉണ്ണിത്താൻ പോകുന്നു പറയും. ഇത്രയുള്ള കൊച്ചുകുട്ടി. അപ്പോൾ ഉണ്ണിത്താനെ അറിയാത്ത ആരും കാസർഗോട്ടില്ല. ഇവിടെ ജനിച്ചു വളർന്നു എന്ന് പറയുന്നവർ, ഇവിടെ ഇത്രയും വർഷം ജീവിച്ചെന്ന് പറയുന്നവർ ചെന്ന് അവരുടെ പേര് പറഞ്ഞിട്ടാണ് പരിചയപ്പെടുന്നത്. ആ ഗതികേട് എനിക്കില്ല. ഞാൻ, എൻ്റെ ഭാര്യ, ഞങ്ങൾ 2 പേര് വോട്ട് കാസർഗോട്ടാണ്. ഞാൻ കാസർഗോട്ട് വോട്ടറായി കഴിഞ്ഞു. അപ്പോൾ ഇനി ഈ ഭൂമികയിൽ നിന്ന് ഞാൻ പോകുന്ന പ്രശ്നമില്ല. കാസർഗോട്ടുകാർ എനിക്ക് നൽകിയ സ്നേഹം, വാത്സല്യം, സഹായം എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല. എങ്ങനെ അവരെ വിട്ടുപിരിയും? അവരെങ്ങനെ എന്നെ ഒഴിവാക്കും? കാര്യം അവരുടെ കുടുംബത്തിലെ ഒരു അംഗമല്ലേ ഞാൻ. അതുകൊണ്ട് എൻ്റെ ആത്മവിശ്വാസം 10 മടങ്ങ് വർദ്ധിക്കുന്നു. കഴിഞ്ഞ തവണ 40,438 വോട്ടാണ്. അത് നിങ്ങൾ എഴുതിയിട്ടോ, 3 ഇരട്ടിയാവും, 3 ഇരട്ടി. കാരണം അത്ര കണ്ട് കാസർഗോട്ടെ ജനങ്ങൾ എന്നെ സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. ഞാൻ എൻ്റെ മനസ്സിൻ്റെ ക്യാൻവാസിൽ ഒരു വലിയ സ്ഥാനം കാസർഗോട്ട് കൊടുത്തിട്ടുണ്ട്. അതൊരിക്കലും ആർക്കും മായ്ച്ചു കളയാനാവില്ല. അതുകൊണ്ട് എനിക്കൊരു പ്രചരണവും വേണ്ട. ഞാൻ MP ആയ അന്ന് തൊട്ട് പ്രചരണം ആരംഭിച്ചു. 5 കൊല്ലമായി എൻ്റെ പ്രചരണം തുടർന്നു. ഇപ്പോൾ സ്ഥാനാർത്ഥിയായവർ ഒന്ന് ആളുകളൊക്കെ ഒന്ന് കാണട്ടെ, ആരൊക്കെ സ്ഥാനാർത്ഥി എന്നൊന്ന് പരിചയപ്പെടട്ടെ. അതിനുള്ള നേരം അവർക്ക് കിട്ടുകയുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മുഖവിലയുടെ ആവശ്യം ഇനി ഇവിടെ ഇല്ല.